നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. നമ്മൾ നമ്മളെ അച്ഛനമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ ഇവർക്ക് കൊടുക്കുന്ന മര്യാദയാണ് നാളെ നമ്മളെ മക്കൾ നമ്മൾക്ക് തരുള്ളൂ. അത് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കണമെന്നൊന്നുമില്ല. അവർ നമ്മളെ നോക്കിക്കണ്ട് നമ്മളെന്ത് സംസാരിക്കുന്നു നമ്മളെ മാതാപിതാക്കളോട് അത് കണ്ട് അവർ തരുന്നതാണ്. അതുപോലൊരു കാര്യമാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോണത്. നമ്മുടെ കെ ഫാമിലി എന്താ പറയുക, അതായത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം, അതായത് നമുക്ക് സംസാരിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായി. അവിടെ നിന്നൊരു കടയിൽ ഒരു ആന്റി പറഞ്ഞു, യു ഗോട്ട് നൈസ് നോസ്. പ്രൗഡ്, താങ്ക് യു. എവിടെ നിന്ന് കിട്ടിയതായി? മൂക്ക് വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ. ശരിക്കും കേട്ടോ. ഇത് ആകെ വീഡിയോക്കുള്ളിൽ തന്നെ ഭയങ്കര സൗണ്ടാണ്. കേട്ടോ ഇല്ല കറക്റ്റ് അറിയില്ല. ഈ ഒരു കടയിലെ ചേച്ചി ഈ ഷാനി കൃഷ്ണയോടും എന്താ പറയുക, യു ഹാവ് എ ഗുഡ് നോസ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ഉണ്ടായി. അപ്പോൾ എന്താ പറയുക, അത് കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ്, സിന്ധു കൃഷ്ണകുമാർ ചോദിക്കുകയാണ്, എവിടെ നിന്ന് കിട്ടി ഈ മൂക്ക് എന്ന്. അപ്പം എടുത്തേക്ക് ഇവള് പറയാണ്, ഞാൻ എന്താ പറയുക വാടക എടുത്തതാണ്. അപ്പോൾ കളിയാക്കിയതാണ് അത്. അവരത് അങ്ങനെ കളിയാക്കി സംസാരിച്ച് അത് തമാശ രൂപമാക്കിയിരുന്നെങ്കിൽ ഇത് കുഴപ്പമില്ലായിരുന്നു ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മയോട് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അത് കാണുന്ന അത്രയും ആളുകളുടെ മുന്നിൽ അമ്മ അപഹാസ്യമാക്കപ്പെടുകയാണല്ലോ എന്നൊരു ചിന്ത പോലും ഇവർക്ക് ഇല്ലാതെ വന്നത് എവിടെ നിന്നാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സിന്ധു കൃഷ്ണകുമാർ എങ്ങനെ തൻ്റെ അമ്മയോട് പെരുമാറുന്നു എന്ന് കണ്ടു പറഞ്ഞവരായിരിക്കും ഇവർ. ഇന്നിപ്പോൾ ഈ 2 മാസം മുന്നേ അല്ലെങ്കിൽ 1.5 മാസം മുന്നേ ഉണ്ടായൊരു പ്രശ്നം മാത്രമായിരിക്കില്ലല്ലോ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ 1.5 വർഷം മുന്നേ എന്ന് പറഞ്ഞല്ലോ, അതിന് മുന്നേ ഉണ്ടായ പ്രശ്നമായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇവർ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തൻ്റെ അമ്മൂമ്മയോട് എന്ത് സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നും കണ്ടു വളരുന്ന 4 കുട്ടികളാണത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അമ്മ എന്ന് ചിന്തയിൽ നിന്ന് വന്നതായിരിക്കാം ആ മറുപടി. എന്താ പറയുക, അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മക്കളോട് നമ്മളെ മാതാപിതാക്കളോട് എന്ത് സംസാരിക്കുന്നു എന്ന് കണ്ട് അത് കാണുന്ന മക്കൾ അതുപോലെയാണ് നമ്മളോട് പെരുമാറുക എന്നുള്ളതാണ് അത്. അപ്പോൾ സിന്ധു സൂര്യകുമാർ എന്ന് വാർത്ത വായിക്കുന്ന പെണ്ണാണ്. സിന്ധു കൃഷ്ണകുമാർ എന്ന വ്യക്തിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ മേക്കപ്പ് ഇട്ട് മുടി കറുപ്പിച്ച് ഒരു ട്രൗസറും വലിച്ച് കയറ്റിയിട്ട് അവരുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചാലൊന്നും അവർക്ക് ആ റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവർ സാധാരണ നോർമലായിട്ടൊക്കെ കാണുള്ളൂ. സ്നേഹം, റെസ്പെക്റ്റ് അത് അവർക്ക് കൊടുക്കുന്നതല്ല, നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്നത് കൂടിയാണ് അവർക്ക് നോക്കുക. മനസ്സിലായില്ലേ? കാരണം നമ്മൾ അവർക്ക് എത്ര കൊടുത്താലും നമ്മളെ ആസ് എ ഡോട്ടർ അമ്മയുടെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു അത് അവർ നോട്ട് ചെയ്യും. അതുപോലെയാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ മതി എന്ന രീതിക്ക് ചില മക്കളങ്ങനെ ആകും. ഇതിൻ്റെ ഒരു വേറൊരു വിഷം എന്ന് വെച്ചാൽ, കൃഷ്ണകുമാറുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്താ പറയുക, ഞാനായിരുന്നെങ്കിൽ വീട്ടിൽ കയറി ചവിട്ടി മതിച്ചെന്ന് അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട്. സ്വന്തം അമ്മായിയമ്മയാണ് ഈ പറയുന്നത്, അതായത് മദറിൻലോയെ. അപ്പോൾ എനിക്ക് ദിയ എന്ന് പറഞ്ഞ അവരുടെ മകളെ ഓർമ്മ വന്നു. കാരണം ഭർത്താവിന് വില കൊടുക്കുന്നുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം, അത് അവരുടെ പാടായി. പക്ഷേ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും അവർ വില കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദിയ എന്ന് പറഞ്ഞ ഭാര്യ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരായിട്ടുള്ള ഈ 2 വ്യക്തികൾ വില കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആ മുത്തശ്ശിയെ ഓർത്തുപോയി. എനിക്ക് ആ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ മുത്തശ്ശിയെ ഒരുപാട് അപമാനിച്ചതാണ്. ആ അപമാനിച്ച് ഒരുപാട് സ്വന്തം അമ്മയാകുമ്പോൾ നമ്മൾ വീട്ടിലെ സംസാരങ്ങളൊക്കെ വീട്ടിൽ തീർക്കുക എന്നല്ലാതെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഇവരും പിന്നെ നമ്മുടെ ഈ സാജിദ് എന്ന് പറഞ്ഞ ആ സ്ത്രീയും വലിയ വ്യത്യാസമൊന്നുമില്ല. അവളുടെ ഉമ്മയുടെ ഡാൻസ് അത് ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഡാൻസ് പുറത്തിട്ടു. ഞാൻ ഒന്നിനുമില്ലെന്നും പറഞ്ഞെങ്ങാണ്ട് എന്തോ ഭർത്താവിന് അവരുടെ സ്വകാര്യ നിമിഷമായിരിക്കും അത്. ചിലപ്പോൾ തമാശയിലൊക്കെ ഇതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എന്താണ് നമുക്കറിയില്ല. അപ്പോൾ അടിക്കാനോ എന്താണെങ്കിലും ആ അടിക്കാനോ ഒങ്ങിയത് ആ വീഡിയോ എടുത്തിട്ട് ഇതിലൊന്നുള്ളത് റെഡിറ്റിൽ പോയിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഈ സാജി ആയിക്കോട്ടെ സിന്ധു കൃഷ്ണകുമാർ ആയിക്കോട്ടെ, രണ്ടും ഏറെക്കുറെ ഒരേ മൈൻഡ് സെറ്റാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത തെറ്റ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല. ഇവരുടെ അമ്മമാരെ അവമാനിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ അത്
വിതച്ചതേ കൊയ്യുള്ളൂ, അല്ലെങ്കിൽ കർമ്മ സംഭവം തിരിച്ചടിക്കാൻ തുടങ്ങിയില്ലേ എന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് പറയണം തോന്നി, അത് പറഞ്ഞു. പിന്നെ എന്തോ ഒന്ന് പറയാൻ വന്നില്ല, ഇപ്പോൾ അത് മറന്നുപോയത്. എന്തായാലും സംഭവം ഇതാണ്, നമ്മളെ മക്കളെ നമ്മൾ നമ്മളെ ഉമ്മമാരെ സ്നേഹിച്ച് കാണിച്ചു കൊടുത്താലാണ് നമ്മളെ മക്കൾ സ്നേഹിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന സാഹചര്യം ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ അമ്മൂമ്മയുടെ ഇപ്പോൾ ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അമ്മയുടെ പ്രായം സിന്ധു കൃഷ്ണകുമാറിനായിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ പെരുമാറുമെന്ന് കണ്ടറിയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ് ഈ സംഭവം. കമൻറ്റ് ചെയ്യുക എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ. ശരി എന്നാൽ.